പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. എൻ്റെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊരു മുന്നറിയിപ്പ്. ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നൊരു പ്രവണതയുണ്ട്. അടുത്ത കാലത്തല്ല, വർഷങ്ങളായി അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓട്ടോറിക്ഷ ഓടുകയും പെട്ടെന്ന് എവിടെയെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി ഒതുക്കുക, അല്ലെങ്കിൽ നമസ്കരിക്കാൻ പോകാൻ വേണ്ടി നമ്മൾ എവിടെയെങ്കിലും വണ്ടി ഒതുക്കുക. വണ്ടി ഒതുക്കിയതിന് ശേഷം നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ, CC അടയ്ക്കാൻ വെച്ചിരിക്കുന്ന പൈസകൾ, ബാങ്കിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന ചെറിയ ഓർണമെൻറ്റ്സ്, ഉരുപ്പടികൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പെന്ന് വിശ്വസിക്കുന്ന ഈ ഓട്ടോറിക്ഷയുടെ ഡാഷ്ബോർഡിനകത്ത് വെച്ചിട്ട് പോകുന്ന ഒരു സംവിധാനമുണ്ട്. വെച്ചിട്ട് പോയിട്ട് തിരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വരുമ്പോഴോ, നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴോ നോക്കുമ്പോൾ നമ്മൾ വിലപിടിപ്പുള്ള സാധനം ഭദ്രമാണെന്ന് ഉറപ്പുള്ള ഈ ഡാഷ്ബോർഡിനകത്ത് വെച്ചിട്ട് തിരിച്ച് പോകുമ്പോൾ, തിരിച്ച് വരുമ്പോൾ ഇതിൻ്റെ കള്ളന്മാർ, അഗ്രകണ്യന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ CCTV നോക്കുമ്പോൾ ചില പ്രതികളെ മാത്രം കിട്ടുന്നുണ്ട്, ചിലവരെ കിട്ടുന്നില്ല. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇത് തുടർന്ന് വരികയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പുതിയ ഓട്ടോറിക്ഷകൾ പല കമ്പനികളും പല രീതിയിലും പല കോലത്തിലും വാഹനങ്ങൾ ഇറക്കുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ ഉറപ്പുള്ള ഒരു ഓട്ടോറിക്ഷയിൽ പോലും ഡാഷ്ബോർഡ് നല്ല ഭദ്രമായി ഉറപ്പുള്ളതൊന്നും ഇവരാരും ഇറക്കുന്നില്ല എന്നുള്ള കാര്യം നിസ്സാരമാണ്. ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം തുറന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട പൈസ, സാമ്പത്തികം, CC പൈസ, ഇതൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ മെയിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കൊല്ലത്തിന് മുമ്പ് എൻ്റെ പരുത്തിക്കുഴിയിൽ, എൻ്റെ സ്വന്തം നാട്ടിൽ വെച്ച് തന്നെ എൻ്റെ പൈസയും എൻ്റെ ഒറിജിനൽ ലൈസൻസും മോഷണം പോയി. പൈസ കൊണ്ടുപോയിട്ട് കള്ളന്മാർ ലൈസൻസ് മാത്രം ഇവിടെ ഇട്ടിരുന്നു. അന്ന് ആ ലൈസൻസ് കിട്ടി. അതുപോലെ കഴിഞ്ഞ കൊല്ലം തന്നെ റംസാന് നോമ്പ് തുറക്കാൻ വേണ്ടി മണക്കാട് വലിയ പള്ളിയിൽ ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് ഓട്ടോറിക്ഷ ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ ഇതിനകത്ത് വെച്ചിട്ട് പോയി. തിരിച്ച് വന്നപ്പോൾ മൊബൈൽ ഫോൺ മോഷണം പോയി. അതുപോലെ പുത്തമ്പള്ളിയിൽ അദ്ദേഹം CC അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ, കഷ്ടപ്പെട്ട പൈസ ഇതിനകത്തെടുത്ത് വെച്ചിട്ട് അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ് നോക്കിയപ്പം പൈസ ഇല്ല. അവസാനം എന്തിന് ഇത് കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്ത് CCTV നോക്കി പ്രതിയെ കിട്ടിയോ ഇല്ലയൊന്നും അറിയില്ല. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ കണക്കാക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എവിടെയെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വിലപിടിപ്പുള്ള ഒരു വസ്തുക്കളും ഒരു സാധനങ്ങളും ഉറപ്പില്ലാത്ത ഈ ഓട്ടോറിക്ഷയുടെ ഡാഷ്ബോർഡിനകത്ത് നിങ്ങൾ വെക്കരുത്. ഭദ്രമല്ല, ഉറപ്പല്ല, സൂക്ഷിക്കണം. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട.